ഹായ് നമസ്കാരം. അപ്പം നമ്മൾ ഇതിനു മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞത് എങ്ങനെ അനുയോജ്യമായ ഭൂമി തിരഞ്ഞെടുക്കാം എന്നാണ് വീട് വെക്കാൻ. അപ്പം അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് പറയാം. അതായത് നമ്മുടെ ഭൂമിയോട് ചേർന്ന് ഏതെങ്കിലും ഭൂമി വിൽക്കാട്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ നമ്മൾ വാങ്ങി നമ്മുടെ ഭൂമിയോട് കൂടി കൂട്ടിച്ചേർക്കാറ് പതിവുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ വടക്കോ വടക്ക് കിഴക്കോ ഉള്ള ഭൂമിയാണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ നമുക്കത് ഗുണം ചെയ്യാം. നേരെ മറിച്ച് തെക്കോ പടിഞ്ഞാറോ ഉള്ള ഭൂമി കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അത് നമുക്ക് അത്ര അധികം ഗുണം ചെയ്യില്ല. അതുമാതിരി കോർണറുകൾ കട്ട് ചെയ്ത് പോയിട്ടുള്ള ഭൂമി, നമുക്കറിയാലോ 4 കോർണറുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്. ആ കോർണറുകൾ കട്ട് ചെയ്ത് പോയിട്ടുള്ള ഭൂമി നമ്മൾ ഒന്നുകിൽ രൂപമാറ്റം വരുത്തിയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ അത്തരം ഭൂമികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഇതിനു മുന്നേ സൂചിപ്പിച്ചിരുന്നത് പോലെ 5 രീതിയിൽ നമുക്ക് ഭൂമിയെ അനുയോജ്യമാക്കി മാറ്റിയെടുക്കാം. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതില് ഖനനം, ദഹനം, പൂരണം, ഗോനിവാസം, വിപ്രോച്ചിഷ്ടം, ഇങ്ങനെ 5 രീതിയിലാണ് ഭൂമിയെ നമ്മൾ അനുയോജ്യമാക്കി എടുക്കുക. അതില് ഖനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാം, മണ്ണില് ഖനനം നടത്തി നമ്മൾ സമതലപ്പെടുത്തി എടുക്കുക, അതിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ നോക്കിയിട്ട് വേണ്ട രീതിയിൽ. പിന്നെ പൂരണം, ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തി നമ്മൾ നല്ല രീതിയിൽ സമതലപ്പെടുത്തി എടുക്കുക. ഇതിനു മുന്നേ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഭാഗത്ത് ഉയർന്നു നിൽക്കണം, താഴ്ന്നു നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനനുസരിച്ചിട്ട് പൂരണം നടത്തുക. ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാ വൃക്ഷങ്ങളും ഭൂമിക്ക് നല്ലത് തന്നെ, എന്നിരുന്നാലും ചില അസ്ഥാനത്ത് നിൽക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീട് പണിയണ ഭാഗത്തുള്ള മരങ്ങൾ നമുക്ക് ഒഴിവാക്കിയേ തീരൂ. അങ്ങനെ അതൊക്കെ വെട്ടി തീയിട്ട് നന്നാക്കി എടുക്കുന്നതാണ് ദഹനം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെറുതെ മരങ്ങൾ മുറിക്കാൻ പാടില്ല. എല്ലാ മരത്തിലും കുറെ ജീവി സമൂഹം ഉണ്ടാകും, പല രീതിയിലെ പ്രാണികളായിട്ട് പക്ഷികളായിട്ടൊക്കെ. അപ്പൊ അവരെടുത്ത് മരത്തിൽ നിന്ന് മാറി താമസിക്കാൻ അപേക്ഷിച്ച് അവരടുത്ത് ക്ഷമ ചോദിച്ച് മഴുവിൽ മധുലേപനം പുരട്ടിയിട്ട് വേണം ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ. അത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തില്. പിന്നെ ഗോനിവാസം, അതായത് പശുവിനെ കൊണ്ട് കെട്ടുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിന്റെ ഗോമൂത്രം, ചാണകം അതൊക്കെ ഭൂമി ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കും, ഭൂമി ഫലഭൂയിഷ്ടമാവും. പിന്നെയുള്ളത് വിപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിപ്ര എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ, ഉച്ചിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചതിന്റെ ബാക്കി അറിയാലോ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ജാതി കൊണ്ട് ബ്രാഹ്മണനാവുകയല്ല വേണ്ടത്, ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ തേവാരം ദിവസേനയുള്ള മന്ത്രം മനനം ചെയ്യുന്നത് അതൊക്കെ ഭൂമിക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ്, നമുക്ക് കാണാത്ത രീതിയിലുള്ള നെഗറ്റിവിറ്റി ഭൂമിയിലുണ്ടെങ്കിൽ അത് മാറി പോസിറ്റിവിറ്റി വരും. അപ്പോൾ അതിനാണ് വിപ്രോച്ചിഷ്ടം. അപ്പൊ ബ്രാഹ്മണരെ താമസിപ്പിക്കുക, അങ്ങനെ ഭൂമി അനുയോജ്യമാക്കിയെടുക്കാം. ബാക്കി വരും വീഡിയോയിൽ കാണാം.